ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നത് ഞാൻ ഹെന്ന ഇട്ടിരുന്നപ്പോൾ ഞാൻ മുടി കറക്കാനായിട്ട് നല്ലൊരു വെളിച്ചെണ്ണ കാച്ചിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതേനെ നമ്മളുടെ വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിലയുടെ ഇലയും പിന്നെ മൈലാഞ്ചിയുടെ ഇലയും കേട്ടോ. തലമുടി നല്ല കറുപ്പ് വരും. ഇത് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ ഹെന്നയും കൂടിയും ഒപ്പം യൂസ് ചെയ്യണം കേട്ടോ. 2 മാസത്തിലൊക്കെ മാസത്തിൽ ചെയ്താൽ അത്ര നല്ലതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്യുമ്പോൾ തലമുടി താനെ കറുത്ത് വരും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നുള്ളതാണ് ഞാൻ കാണിക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്കിവിടെ വെളിച്ചെണ്ണ കാച്ചിതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അത് കഴുകിയിട്ട് നല്ലോണം ഉണങ്ങിയതിന് ശേഷം കേട്ടോ ഞാൻ ചീഞ്ചട്ടിലേക്ക് ഇത് തിരിച്ചിട്ടേക്കണത്. അപ്പോൾ ഇല മാത്രം എടുത്തിട്ട് ഇട്ടേക്കാണ് കേട്ടോ ഇതിൽ ചീഞ്ചട്ടിയിൽ. അപ്പോൾ നമ്മൾ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിൽ തന്നെ എണ്ണ കാച്ചുമ്പോൾ വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതിൽ കാച്ചണതാണ് നല്ലത്, അല്ല മറ്റേ ചട്ടിയിൽ വെക്കരുത്. അപ്പോൾ എണ്ണ കാച്ചെടുക്കുമ്പോൾ എപ്പോഴും ഈ ചട്ടി തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ചീഞ്ചട്ടി വെക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് വേണ്ടത് ആട്ടിച്ച വെളിച്ചെണ്ണ വേണം കേട്ടോ. ആട്ടിച്ച വെളിച്ചെണ്ണയിൽ ഇത് തേക്കണതാണ് കേട്ടോ നല്ലത്. പിന്നെ ഇപ്പം ഇല്ലാത്തവർ എന്തായാലും പാക്കറ്റ് വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ആട്ടിച്ചതാണ് തേക്കാറ്. അപ്പോൾ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ നമ്മളെപ്പോഴും ആട്ടിച്ച് വെളിച്ചെണ്ണ എടുക്കാനായിട്ട് നോക്കുക. നമ്മൾ പാക്ക് മേടിക്കുന്നത് അത്ര വലിയ ഗുണം ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ തേക്കാറില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിങ്ങനെ കാച്ചണതാണ് ഞാൻ തേക്കാറ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അത് കാരണം കൊണ്ട് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അത് ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഉപകാരമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുടിയൊക്കെ ഒരുപാട് ആൾക്കാരുകൾക്ക് നേരത്തെയൊക്കെ നരയ്ക്കുന്നുണ്ട്. എൻ്റെ തലമുടി സ്വാഭാവികമായിട്ട് നരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇല്ല, ഇപ്പോൾ ഒക്കെ കറുത്തു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു എന്തെങ്ങനെ കറുത്തത്. പിന്നെ എൻ്റെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ തലമുടി നരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹെന്നയാണ് ഇടാറ്, ഈ എണ്ണയും തേക്കാറുന്നു കേട്ടോ. പിന്നെ ഡെലിവറി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സ്വയം തന്നെ കറുത്തു വിട്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എണ്ണ തന്നെയാണ്, ഞാൻ ഈ എണ്ണ അല്ലാണ്ട് മാറിയൊന്നും തേക്കാറില്ല കേട്ടോ. ഞാനിപ്പോൾ കുറേ വർഷമായി ഇത് തന്നെ തേക്കണം യൂസ് ചെയ്യണത്. വേറെ ഒരു എണ്ണയും ഞാൻ തലയിൽ തേക്കാറില്ല, ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. എനിക്കിതാണ് ഇഷ്ടം. തലമുടി ഈ കൊഴിയണമില്ല, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ വേറെ ആർക്കെങ്കിലും ഫസ്റ്റ് ടൈമൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ കൊഴിച്ചിലൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും ഇത് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കത് ചീഞ്ചട്ടിയിൽ എങ്ങനെയാണ് വെച്ച് അതിൻ്റെ പരുവത്തിൽ തന്നെ എടുക്കണം കേട്ടോ. അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. നല്ല സിമ്പിളായിട്ട് നമുക്ക് കാച്ചിയെടുക്കാം. നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളിപ്പോൾ എടുക്കണ അളവ് ഇതനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ നിങ്ങൾ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാച്ചണ സമയത്ത് ഒരു കറുപ്പ് നിറം ഒരു ഇതൊന്നും വരില്ല. അപ്പോൾ നമ്മൾ കുറച്ച് എടുത്ത് കാച്ചി പരമാവധി കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അളവ് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. എനിക്കിപ്പോൾ ഇങ്ങനെ അളവ് കറക്റ്റായിട്ട് ഇങ്ങനെ പറയാനായിട്ട് കറക്റ്റ് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ കുറച്ച് ഒരു 3-4 തണ്ട് മൈലാഞ്ചിയുടെ ഇല എടുത്തു. പിന്നെ ഒരു കുറച്ച് 2 തണ്ടിൻ്റെ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ എണ്ണ ഇവിടെ ഉണ്ട്, അത് കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മളിതിപ്പോൾ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ ആ പരുവത്തിന് തന്നെ കല്ല് രൂപത്തിലാവുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറുപ്പ് നിറം നല്ല വിട്ട് മാറി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു തലമുടിക്ക് അത്ര സുഖമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കാച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അറിയാത്തവർ കുറേ പേരുണ്ടാവും. അപ്പോൾ നമ്മളെ തലമുടി നരച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. ഹെന്ന ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മൈലാഞ്ചിയുടെയും കറിവേപ്പിലയുടെയും പിന്നെ ഇതിൽ ഈ കറിവേപ്പിലയുടെയും മൈലാഞ്ചിയുടെയും കൂടെ ഒരു കട്ടച്ചെമ്പരത്തിൻ്റെ പൂവും കൂടി ആഡ് ചെയ്യണം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചേർക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കട്ടച്ചെമ്പരത്തിൻ്റെ പൂവ് 2-3 കിട്ടാന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഇതിൽ കൂടെ അരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു കറുപ്പ് കളർ പോലെ കിട്ടും കേട്ടോ എണ്ണ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൊപ്രാട്ടിയ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് പരമാവധി നോക്കിക്കോളൂ. നമ്മൾ പാക്കറ്റ് അങ്ങനെ യൂസ് ചെയ്യണതുകൊണ്ട് എനിക്ക് അത്ര ഇത് തോന്നിയിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ തേച്ചിട്ടില്ല, എനിക്കത് കാരണം കൊണ്ട് അങ്ങനെ അതിനെപ്പറ്റി അറിഞ്ഞൂടാ. ഞാനെപ്പോഴും ആട്ടിച്ച വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഞാൻ ഈ എണ്ണ കാച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഇവിടെ പുറത്ത് നല്ല മഴയാണ്. നമ്മുടെ സുൽക്കുട്ടനാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ
ഇതേപോലെയൊക്കെ ഒന്ന് കാച്ചി ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നോക്കിട്ടാ. അപ്പോൾ ഈ വെളിച്ചെണ്ണ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി ആട്ടിച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് നോക്കും കേട്ടോ. എനിക്ക് അതിലാണ് ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഗുണം ചെയ്യും കേട്ടോ. തലമുടി നരച്ചിട്ടുള്ള എല്ലാവർക്കും ചെയ്യും. നമ്മൾ ഈ ഡൈ അതൊന്നും ചെയ്യാനായിട്ട് നിൽക്കണ്ട. നമ്മൾ ഈ ഹെന്ന അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ മുടിക്ക് നല്ല വളർച്ചയും കിട്ടും. പിന്നെ ഈ എണ്ണയും തേച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ മുടിയൊക്കെ വെട്ടിയതാണ് കേട്ടോ. വെട്ടി കാരണം കൊണ്ടാണ് ഇപ്പോൾ അധികം നീളതൊന്നും ഇല്ലാത്തത്. നിങ്ങൾ വിചാരിക്കും ഇനി ഈ എണ്ണയും ഹെന്നയും ഇതൊക്കെ ഇട്ടിട്ട് എന്താ നീളമില്ലാത്തതെന്ന് വിചാരിക്കും. അപ്പോൾ ഞാനിതിനിടയിലൊക്കെ വെട്ടിയിട്ടാണ് കേട്ടോ മുടി. അത് കാരണം കൊണ്ടാണ് എൻ്റെ മുടിക്ക് ഇങ്ങനെ നീളം കുറവ്. നമ്മുടെ എണ്ണ ഇപ്പോൾ റെഡിയായി തുടങ്ങിയിട്ട് അതേനെ. അപ്പോൾ ഈ കറുപ്പ് കളർ വരും കേട്ടോ. അപ്പോൾ ഈ പരുവത്തിനാവുമ്പോൾ നമ്മൾ എടുക്കണം കേട്ടോ. നമ്മുടെ വേപ്പലയും മൈലാഞ്ചിയും ഒക്കെ ഒരു കല്ല് രൂപത്തിലാവും. അപ്പോൾ നമ്മൾ ഓഫാക്കണം കേട്ടോ. പിന്നെ അത് കരിയാനായിട്ട് തന്നെ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.